ഹലോ, കുറേ ആയില്ലേ ലോങ് ഫോമാറ്റ് വീഡിയോസ് ഇട്ടിട്ട്. ഇന്ന് ഫെബ്രുവരി 16, അതായത് +2 മോഡൽ എക്സാമിൻ്റെ തലേ ദിവസം. നാളത്തെ വിഷയം ഇംഗ്ലീഷാണല്ലോ. അപ്പം ഞാൻ സ്റ്റിക്കി നോട്ടിൽ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വാളിലൊട്ടിച്ച് എന്നിട്ട് പോയിട്ട് വെള്ളമൊക്കെ എടുത്ത് വൈകുന്നേരം കുടിച്ച ചായൻ്റെ കപ്പും ബിസ്ക്കറ്റിൻ്റെ കവറും കൊണ്ടുപോയി അടുക്കളയിൽ കൊണ്ടുപോയി വെച്ച് മഗ്‌രിബൊക്കെ നിസ്കരിച്ച് സലാത്തൊക്കെ ചൊല്ലി ഖുർആനൊക്കെ ഓതി. പിന്നെ എന്താ വെച്ചാൽ ഞാൻ ഫാൻ ഇടലില്ല. പഠിക്കാനിരിക്കുമ്പോൾ ഞാൻ ജനാലൊക്കെ തുറന്നിട്ടിട്ട് സമാധാനത്തിൽ നേച്ചറിൻ്റെ എന്താ പറയുക കാറ്റിലാണ് ഞാൻ പഠിക്കാതിരിക്കൽ. അങ്ങനെ ഇംഗ്ലീഷ് ടെക്സ്റ്റും നോട്ടൊക്കെ എടുത്ത് എല്ലാതും ഇങ്ങനെ പഠിക്കാൻ തുടങ്ങി. ഞാൻ ബേക്കിൽ നിന്നാണ് തുടങ്ങുന്നത്. ക്രൈം ആൻഡ് പണിഷ്മെൻ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തതിന്. കാരണം ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ ഒരുവിധം നമ്മൾ പഠിച്ചതും ഒരു നോക്കൊരു സമ്മറിയൊക്കെ അറിയുന്ന ചാപ്റ്ററാണ്. ബട്ട് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് തീരെ അറിയാത്ത ചാപ്റ്ററാണ്. സോ അങ്ങനെ അതിൻ്റെ ക്ലാസ്സൊന്നും കേൾക്കാൻ നിന്നില്ല. കാരണം ചാപ്റ്റർ വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നുള്ളൂ. അതുകൊണ്ട് അതിലത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് നോക്കി അതിലത്തെ വർക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കി. എനിക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫായിട്ടുള്ള സബ്ജക്റ്റാണ്. കാരണം എനിക്ക് ഇംഗ്ലീഷിൽ ബേസിക് കുറച്ച് കുറവാണ്. ബാക്കിയൊക്കെ പഠിച്ചെത്തണ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സബ്ജക്റ്റിനും അത്ര പ്രശ്നം വരെയില്ല. പക്ഷേ ഇംഗ്ലീഷ് എനിക്ക് ഭയങ്കര ടഫായിട്ടാണ് ഉണ്ടാവില്ല. കാരണം ഇംഗ്ലീഷ് ബേസിക് ഇല്ലെങ്കിൽ ഒന്നും റെഡി ആവില്ല എന്ന് നല്ലോണം അറിയാം. പിന്നെ +2 ഇംഗ്ലീഷ് കുറച്ചും കൂടി ടഫാണ്. അപ്പോൾ +2 ഇംഗ്ലീഷിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പാഠം ദിസ് ഈസ് ഗോയിങ് ടു ഹെർ ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്ന ചാപ്റ്ററാണ്. ഇതെന്താണെന്ന് പറയുന്നത് പോയറ്റിന് മാത്രമേ അറിയുള്ളൂ. കാരണം ഇയാളെ ഓരോ വേർഷനാണല്ലോ ആ ചാപ്റ്ററിൽ പറയുന്നത്. എനിക്കാണെങ്കിൽ ഇഷ്ടമില്ല ആ ചാപ്റ്റർ. അങ്ങനെ കുറച്ച് നിന്നപ്പോൾ തന്നെ ബാങ്ക് കൊടുത്ത്. അടുക്കളയിൽ പോയപ്പോഴോ പപ്പായ. ഇവിടെ മലപ്പുറത്ത് ഇതിനെ കർമൂസ എന്ന് പറയൂ കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയാമെന്ന് കമൻറ്റ് ചെയ്യും. അങ്ങനെ നല്ല പൗത്തോണ്ട് തന്നെ നന്നായിട്ട് അതിൻ്റെ വെള്ളം ഇതൊക്കെ എൻ്റെ കൈമയ്ക്ക് തന്നെ ഉച്ചുണ്ടേനു. അപ്പോൾ അതൊക്കെ ഒന്ന് കേക്ക് കഴിച്ച് ടൈം 10:30. എല്ലാ ചാപ്റ്ററും ഒന്ന് വായിച്ച് നോക്കിയപ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് സമ്മറി നോക്കിയപ്പോൾ തന്നെ അങ്ങനെ ബെഡൊക്കെ ക്ലീനാക്കി ബെഡൊക്കെ ഒന്ന് വിരിച്ചിട്ടപ്പോൾ തന്നെ കിടക്കാൻ സമയമായി. 11 മണി സമയം. ഇനി രാവിലെ എണീച്ച് ബാക്കി ചാപ്റ്റേഴ്സ് നോക്കും വേണം. അങ്ങനെ ഇനി അടുത്ത് കെമിസ്ട്രിയാണ് വരുന്നത്. കെമിസ്ട്രി ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ എവിടെ എത്തി നിങ്ങൾ കമൻറ്റിൽ ഇട്ടോ. കാരണം ഇംഗ്ലീഷ് ഒരുവിധം ഒപ്പിക്കുന്ന ചാപ്റ്റേഴ്സ് ആണെങ്കിൽ പോലും കെമിസ്ട്രി അങ്ങനെയല്ല. കെമിസ്ട്രി കുറേ പഠിക്കാനുണ്ട്. അങ്ങനെ നാളെ തകർത്തി എഴുതിയാലതാണ് ഇംഗ്ലീഷ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെൻസിലും സ്കെയിലും പെന്നൊക്കെ എടുത്ത് വെക്കുക. കാരണം പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞ അന്ന് വെച്ചതാണ് പെന്നും പെൻസിലൊക്കെ അപ്പുറം ഇപ്പുറം. അപ്പോൾ ടേബിളിൻ്റെ ഓരോരോ മൂലക്കലാണ് സ്കെയിലും പെൻസിലും പെന്നൊക്കെ. പെന്ന് ഞാൻ ഉപയോഗിച്ചിരുന്നു, പക്ഷേ സ്കെയിലും പെൻസിലൊന്നും ഉപയോഗിച്ചിട്ട് തന്നെ ഇല്ല. അങ്ങനെ ഇറേസറൊന്നും കാണാൻ തന്നെ ഇല്ല. അപ്പോൾ ഇറേസറൊന്നും എടുത്തിട്ടില്ല. ഇനിയിപ്പം പോണ വഴിയിൽ വാങ്ങണം. അങ്ങനെ ബാഗിലേക്ക് എന്താക്കി കാർഡും ID കാർഡും പെന്നും പെൻസിലും പിന്നെ ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റും നോട്ടും വെച്ച്. കാരണം അഥവാ ടൈം കിട്ടിയിട്ട് സ്കൂളിൽ നിന്ന് വായിക്കാൻ ടൈം കിട്ടിയാലോ സ്കൂളിൽ നിന്ന് വായിക്കാൻ കഴിഞ്ഞാലോ അതുകൊണ്ട് എടുത്ത് വെച്ച്. അപ്പോൾ ഓക്കെ, ബൈ.